ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദിസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് SLC സോഷ്യൽ സെക്കൻഡ് ജോഗ്രഫിയിലെ ചാപ്റ്റർ 1 വെതർ ആൻഡ് ക്ലൈമറ്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ചേഞ്ച് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ഓൾട്ടിറ്റ്യൂഡ്? ഓൾട്ടിറ്റ്യൂഡ് കൂടാൻ നേരത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവുക? ഡിക്രീസ് ആവല്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മാക്സിമം ആൻഡ് ദ മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കോൾഡ്. അതായത് മാക്സിമം ടെമ്പറേച്ചർ ഒരു ദിവസത്തിലുണ്ടാവുന്ന മാക്സിമം ടെമ്പറേച്ചറുടെയും മിനിമം ടെമ്പറേച്ചറുടെയും ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡ്യൂറിങ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ? അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? തെർമോമീറ്റർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയാസ് ആർ കോൾഡ്. അതായത് എയറിന്റെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇങ്ങനെ പോകുന്ന എയർസ് എവിടെ നിന്ന് എവിടോട്ട്? ഹൈ പ്രഷർ ടു ലോ പ്രഷർ ഏരിയാസിലേക്ക് പോകുന്ന ഹൊറിസോണ്ടലി പോകുന്ന ആ ഒരു എയറിനെയാണ് നമ്മൾ ഇതെന്ന് പറയാ വിൻഡ് എന്ന് പറയാ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ദ റീറേഡിയേഷൻ ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ലോങ് വേവ്സ് ഫ്രം ദ എർത്ത് സർഫസ് ഈസ് കോൾഡ്. അതായത് നമുക്ക് എർത്തിലേക്ക് കിട്ടിയ ആ ഒരു എനർജി അത് റീറേഡിയേറ്റ് ആയി പോകുന്നത് ഏത് രീതിക്കാണ്? ലോങ് ആയിട്ടുള്ള വേവ്സിലൂടെയാണ് അല്ലേ? അപ്പോൾ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, എ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ നോർത്ത് ടുവേർഡ്സ് ദ സൗത്ത് ഈസ് കോൾഡ്. അതായത് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ആ ഒരു വിൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നോർത്ത് വിൻഡ് എന്ന് പറയാ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ഡു ഫോളോ ഫോർ മോർ. നോട്ടിനായി നോട്ട് എന്ന് കമൻറ്റ് ചെയ്യുക.